എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം BBA ഫോർത്ത് സെമസ്റ്റർ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റിലെ 5ാമത്തെ മൊഡ്യൂളാണ്. 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് റിലേറ്റഡ് മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ മറ്റൊരു പ്രത്യേകത, ജുറാസിൻ്റെ നോട്ട് ഒന്നുകൂടെ റീസെൻ്റ്ലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ സിമ്പിളായിട്ടും കുറച്ചുകൂടെ കൂടുതൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നോട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. ആദ്യം തന്നെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി ടു അനദർ പേഴ്സൺ. വളരെ സിമ്പിളാണ്. ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരു വ്യക്തി അതിൻ്റെ ഓണർഷിപ്പ് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അസൈൻമെൻറ്റും നോമിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ അസൈൻമെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റും നോമിനേഷനും നിങ്ങൾ തറോ ആക്കണം. എനിക്ക് തോന്നുന്നു മറ്റ് യൂട്യൂബ് ക്ലാസ്സുകളിലൊന്നും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അതുപോലെ ടെക്സ്റ്റിലും ഈ ഡിഫറൻസ് ഒന്നും ടെക്സ്റ്റിലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പോലും നഷ്ടമാവരുത് എന്ന രീതിയിൽ നമ്മൾ എല്ലാ ടോപ്പിക്സുകളും ഉൾപ്പെടുത്തുന്നുണ്ട്. ജുറാസിൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അസൈൻമെൻറ്റ് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയെങ്കിലും ഓർത്തു വെക്കുക. ഓണർഷിപ്പ് ട്രാൻസ്ഫർ, അത്രയും ഓർത്താൽ മതി. ഓണർഷിപ്പ് ട്രാൻസ്ഫർ, അതിൻ്റെ കീവേഡാണ് ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫർ. അതായത് ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി ടു അനദർ പേഴ്സൺ. ഒരു ഉദാഹരണത്തിന്, ഞാനൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതെൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. അതായത് എൻ്റെ കയ്യിലായിരുന്നു അതിൻ്റെ ഓണർഷിപ്പ്, ഞാൻ അതെൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. ഇപ്പോൾ അവനായി അതിൻ്റെ ഓണർഷിപ്പ്. ആ ഒരു ട്രാൻസ്ഫറിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അസൈൻമെൻറ്റിൽ 2 പാർട്ടീസാണ് ഉണ്ടാവുക, അസൈനിയും അതുപോലെ തന്നെ അസൈനറും. അപ്പോൾ അത് നിങ്ങൾ ഓർത്തു വെക്കുക. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി ടു അനദർ പേഴ്സൺ. അടുത്തതാണ് നോമിനേഷൻ. നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നെയിമിങ് എ പേഴ്സൺ ടു റിസീവ് ദ ഇൻഷുറൻസ് ബെനിഫിറ്റ്. അതായത് നോമിനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ അതിൻ്റെ പൈസ, നമ്മുടെ നോമിനിക്കാണല്ലേ കിട്ടുക, അവകാശി. അപ്പം നോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ്സ് ആർക്കാണോ കിട്ടേണ്ടത് ആ വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമിനി അല്ലെങ്കിൽ നോമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നെയിമിങ് എ പേഴ്സൺ, പേര് കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. നെയിമിങ് എ പേഴ്സൺ ടു റിസീവ് ദ ഇൻഷുറൻസ് ബെനിഫിറ്റ്. ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റുകൾ, അതായത് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ആരാണോ റിസീവ് ചെയ്യേണ്ടത് അവരെ നെയിം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നോമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 2 ടേമുകൾ പഠിച്ചു, അസൈൻമെൻറ്റും നോമിനേഷനും. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഏരിയ ക്ലിയർ ആയിരിക്കണം. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന ഏരിയ അസൈൻമെൻറ്റും നോമിനേഷനുമാണ്. ആ ഏരിയ ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി ടു അനദർ പേഴ്സൺ. നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നെയിമിങ് എ പേഴ്സൺ ടു റിസീവ് ദ ഇൻഷുറൻസ് ബെനിഫിറ്റ്. ഇനി നമുക്ക് അസൈൻമെൻറ്റും നോമിനേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയർ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നോമിനേഷൻ എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റ് എ ബെനിഫിഷ്യറി, ഒരു ബെനിഫിഷ്യറിയുടെ പേര്, അതായത് ഇൻഷുറൻസിൽ നിന്നുള്ള ബെനിഫിറ്റ് ലഭിക്കേണ്ട വ്യക്തിയുടെ പേര് കൊടുക്കുന്നതിനെയാണ് നോമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പോയിന്റ് ഇങ്ങനെയും എഴുതാം. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ്, നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് ഓഫ് ബെനിഫിഷ്യറി. അങ്ങനെ എഴുതിയാൽ മതി, നെയിമിംഗ് ഓഫ് എ ബെനിഫിഷ്യറി. ഇപ്പോൾ 1ാമത്തെ ഡിഫറൻസ് പഠിച്ചു. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ്, നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് എ ബെനിഫിഷ്യറി. അസൈൻമെൻറ്റ് ഗിവ്സ് കൺട്രോൾ, അതായത് ഇൻഷുറൻസ് പോളിസി കൺട്രോൾ ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ് അസൈൻമെൻറ്റിലൂടെ കിട്ടുന്നത്. നോമിനേഷൻ ഗിവ്സ് ബെനിഫിറ്റ്,
നോമിനേഷനിലൂടെ ബെനിഫിറ്റ് ആണ് കിട്ടുക. അതായത് നോമിനി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും അല്ലേ. അപ്പോൾ അസൈൻമെന്റ് ഓണർഷിപ്പ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നോമിനേഷൻ നെയിമിംഗ് ദ ബെനിഫിഷ്യറി ആണ്. അസൈൻമെന്റ് ഗിവ്സ് കൺട്രോൾ, നോമിനേഷൻ ഗിവ്സ് ബെനിഫിറ്റ്സ്. അടുത്തത് അസൈൻമെന്റ് ഈസ് ട്രാൻസ്ഫറബിൾ. അതായത് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഇൻഷുറൻസ് പോളിസി എനിക്ക് മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അതായത് അസൈൻമെന്റ് ട്രാൻസ്ഫറബിൾ ആണ്. എന്നാൽ നോമിനേഷൻ അങ്ങനെയല്ല, ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ. നോമിനിയെ മാറ്റാൻ പറ്റില്ല. അസൈൻമെന്റ് ക്യാൻ ബി പെർമനന്റ്. അതായത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഓണർഷിപ്പ് മറ്റൊരു വ്യക്തിക്ക് കൊടുത്താൽ അത് പെർമനന്റ് ആണ്. എന്നാൽ നോമിനേഷൻ ക്യാൻ ബി റിവോക്ഡ്. നോമിനേഷൻ എന്ത് ചെയ്യാം, റിവോക്ക് ചെയ്യാം. അതുപോലെ തന്നെ അസൈൻമെന്റ് ഹാസ് ബ്രോഡർ ഇംപ്ലിക്കേഷൻ. അസൈൻമെന്റിന് ഒരു വലിയ അർത്ഥതലങ്ങളുണ്ട് അല്ലേ. നോമിനേഷന് സ്പെസിഫിക് ഇംപ്ലിക്കേഷനേ ഉള്ളൂ. അസൈൻമെന്റ് ചേഞ്ച് പോളിസി ഓണർഷിപ്പ്. അസൈൻമെന്റിലൂടെ പോളിസിയുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ നോമിനേഷനിലൂടെ അങ്ങനെ പോളിസിയുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ വലിയൊരു ടോപ്പിക്ക് പഠിച്ചെടുത്തു. അതാണ് അസൈൻമെന്റും നോമിനേഷനും. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. IRDA. ചിലപ്പോൾ എക്സാമിന് IRDAI എന്നും കൂടെ ഉണ്ടാവും. IRDAI മീൻസ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യാനും അതിൻ്റെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അതോറിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് IRDA എന്ന് പറയുന്നത്. മനസ്സിലായോ? IRDAയുടെ ഫുൾ ഫോം ആണ് ഇൻഷുറൻസ് I എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, R എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി, D എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ്, A എന്ന് പറഞ്ഞാൽ അതോറിറ്റി. അപ്പോൾ IRDA എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻഷുറൻസ് ബിസിനസ്സുകളെയും റെഗുലേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ബോഡിയെയാണ് IRDAI എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെഗുലേറ്ററി ബോഡി ഫോർ ദ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ ഇൻഷുറൻസുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് IRDA. ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ട് മാത്രമേ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല രീതിയിൽ ഈ ടോപ്പിക്സ് കവർ ചെയ്യണം. അതുകൊണ്ടാണ് തിരഞ്ഞെടുത്ത ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടെയാണ് നമ്മൾ ജുറാസ് കൊമേഴ്സിൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. IRDA ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല, ഇത്രേ ആലോചിച്ചാൽ മതി. IRDA എന്ന് കണ്ടാൽ ഇന്ത്യയിലെ ഇൻഷുറൻസിനെ നിയന്ത്രിക്കുന്ന ഭരിക്കുന്ന ഒരു അതോറിറ്റിയാണ് അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ബോഡിയാണ് എന്ന് ഓർത്താൽ മതി. ഇനി നമുക്ക് IRDAയുടെ റോൾ, ഡ്യൂട്ടീസ്, പവേഴ്സ്, ഫംഗ്ഷൻ, ടെക്സ്റ്റിൽ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. യാതൊരു ആവശ്യവും ഇല്ല. നമുക്ക് ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ ഇത് റോളാണ്, ഡ്യൂട്ടിയാണ്, പവറാണ്, ഫംഗ്ഷനാണ്. ഇതൊന്ന് ക്ലിയർ കട്ടായിട്ട് പഠിച്ചാൽ മതി. ദർ ഈസ് നോ ഡൗട്ട് നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ. ഒന്നാമത്തത് IRDA എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്. ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള എല്ലാ ആളുകളുടെയും ഇൻട്രസ്റ്റ്, അതായത് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ഒരു അതോറിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു, അതിലെന്തോ കബളിപ്പിക്കൽ നടന്നു, അപ്പോൾ എനിക്കത് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു അതോറിറ്റി ഉണ്ടാവണ്ടേ? അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ പോളിസി ഹോൾഡേഴ്സിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് IRDAI ഫോം ചെയ്തിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി അല്ലെങ്കിൽ പവർ ഫംഗ്ഷൻ. പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. രണ്ടാമത്തതാണ് റെഗുലേറ്റ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി. IRDAയുടെ മറ്റൊരു കർത്തവ്യമാണ്, ഫംഗ്ഷനാണ്, പവറാണ്, റോളാണ് എന്ത്? ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ റെഗുലേറ്റ് ചെയ്യുക. റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് ഇൻഷുറൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, പല പേരുകളിൽ അല്ലേ. അപ്പൊ അതിനെയെല്ലാം ഭരിക്കുന്നത് ആരാണ്? അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? IRDAI ആണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു, റെഗുലേറ്റ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി. മൂന്നാമത്തതാണ് ലൈസൻസസ് ഇൻഷുറൻസ് കമ്പനീസ്. ഇന്ത്യയിൽ ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ കമ്പനികളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് ലൈസൻസ് കിട്ടണം. ആരുടെ അടുത്തുനിന്ന് ലൈസൻസ് കിട്ടണം? ഇൻഷുറൻസിനെ നിയന്ത്രിക്കുന്ന അതോറിറ്റിയായ IRDAIയിൽ നിന്നും ലൈസൻസ് കിട്ടണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്, ലൈസൻസസ് ഇൻഷുറൻസ് കമ്പനീസ്. ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം
കമ്പനീസിനെല്ലാം തന്നെ ലൈസൻസ് കൊടുക്കാൻ, അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ലൈസൻസ് കൊടുക്കാനുള്ള പരമാധികാരം ആർക്കാണുള്ളത്? അതാരുടെ ഡ്യൂട്ടിയാണ്, ആരുടെ പവറാണ്? IRDAയുടെ പവറാണ്. അടുത്തത് സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഇൻഷുറൻസ് പ്രോഡക്റ്റ്. ഇൻഷുറൻസ് കമ്പനി പല പേരുകളിൽ പല സ്കീമുകൾ, പല പോളിസികൾ, പല പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ടല്ലേ? അനുദിനം പല ടൈപ്പ് പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഇൻഷുറൻസ് പ്രോഡക്ട്സിനെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് ആരാണ്? ആര് അംഗീകരിക്കണം? ആര് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം? IRDA സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. മനസ്സിലായോ? അടുത്തതാണ് ഇൻവെസ്റ്റിഗേറ്റ് കംപ്ലൈൻസ്. ഏതെങ്കിലും ഒരു പോളിസി ഹോൾഡേഴ്സ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക ആരാണ്? IRDA ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി, ഇൻഷുറൻസ് എടുത്തൊരു വ്യക്തിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായാൽ, ഇനി മോശം ഉണ്ടാവണമെന്നൊന്നുമില്ല, എന്തിൻ്റെയെങ്കിലും പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടിയും പവറും ആരുടേതാണ്? IRDAയുടേതാണ്. അടുത്തതാണ് പ്രൊമോട്ട് ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ്. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതും ആരാണ്? IRDA ആണ്. അതുപോലെ അപ്രൂവ്സ് ഇൻഷുറൻസ് പോളിസി ടേംസ്. ഇൻഷുറൻസ് പോളിസിയിൽ ഒരുപാട് ടേമുകൾ ഉണ്ടാവും. ആ ടേമുകളെല്ലാം തന്നെ കണ്ടീഷൻസുകൾ ഉണ്ടാകും. ആ ടേംസും കണ്ടീഷൻസും അപ്രൂവ് ചെയ്യേണ്ടത് ആരാണ്? IRDA ആണ്. അല്ലാതെ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടേതായ രീതിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് മോണിറ്റർ എന്നാണ് എന്നോട് ടൈപ്പ് ചെയ്തു പോയത്, അത് തിരുത്തി വായിക്കുക. മോണിറ്റർ സ്റ്റെബിലിറ്റി ഓഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ സോൾവൻസിയും മോണിറ്റർ ചെയ്യുക. അതാണ് മോണിറ്റർ സ്റ്റെബിലിറ്റി ഓഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മോണിറ്റർ സോൾവൻസി ഓഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി. അടുത്തതാണ് എൻഷുർ ഇൻഷുറൻസ് കവറേജ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസ്, ഗ്രാമീണ മേഖലയിലേക്ക് കൂടെ ഇൻഷുറൻസിന്റെ ഒരു കവറേജ് ഉറപ്പുവരുത്തുക. ഇത് സെറ്റ് സംഭവമാണ്. മുന്നേ ഒരു വർഷം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ കീയിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കും പഠിച്ചു. ആദ്യം നമ്മൾ ഈ ഒരു മൊഡ്യൂളിലെ അസൈൻമെന്റും നോമിനേഷനും പഠിച്ചു. ഒന്ന് പറഞ്ഞു നോക്കൂ, എന്തായിരുന്നു അസൈൻമെന്റ്? ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. എന്തായിരുന്നു നോമിനേഷൻ? നെയിമിംഗ് ദി ബെനിഫിഷ്യറി. സംഭവം സെറ്റായി. പിന്നെ അതിന്റെ ഡിഫറൻസും. ഇപ്പൊ നമ്മൾ IRDA പഠിച്ചു അല്ലേ? IRDA എന്തായിരുന്നു? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇന്ത്യയിലെ ഇൻഷുറൻസ് ബിസിനസിനെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അതോറിറ്റി. പിന്നെ അവരുടെ ഫങ്ഷൻസ് പഠിച്ചു. ഇത് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക്കാണ് ലൈഫ് ഇൻഷുറൻസ്. മൂന്നാമത്തെ സെറ്റ് സംഭവമാണ് ലൈഫ് ഇൻഷുറൻസ്. എന്താണ് ലൈഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. ആദ്യ ലൈൻ നിങ്ങൾക്ക് അത് എഴുതാം. ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ ഒരു ടൈപ്പാണ്. ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ടു ബെനിഫിഷ്യറീസ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഓർ മെച്യൂരിറ്റി. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ് ബെനിഫിഷ്യറിക്ക് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. ഒന്നില്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ മെച്യൂരിറ്റി സംഭവിക്കുമോ, ഏതാണോ ആദ്യം സംഭവിക്കുക അവരുടെ ബെനിഫിഷ്യറിക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടും. അതിനെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മീനിങ് ഓർത്ത് വെക്കുക. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ് ടു ബെനിഫിഷ്യറിക്ക് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഓർ മെച്യൂരിറ്റി. ഇനി ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഏതെല്ലാം ടൈപ്പ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണുള്ളത്? ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണുള്ളത്? ഒന്ന്, ടേം ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജോയിന്റ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, സർവൈവർഷിപ്പ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഓക്കെ, അടുത്തതാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്, ഇമ്പോർട്ടൻസ് ഇവയെല്ലാം ചോദിച്ചാൽ എന്താണ് ആൻസർ? ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ് എന്ത് ചോദിച്ചാലും ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺടൈംലി ഡെത്ത്. നമുക്കറിയാം, നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത എന്നെങ്കിലും നമ്മളെ തേടി വരുമെന്ന് ഉറപ്പുള്ള ഒരു സംഭവമാണ് മരണം, അല്ലേ? ബാക്കിയെല്ലാം നമുക്ക്
സംഭവിക്കില്ല എന്ന് പറയാം. പക്ഷേ ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്? എന്നെങ്കിലും നമ്മളെല്ലാം തേടി വരും. അൺടൈംലി ഡെത്ത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ മരണം സംഭവിക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫാമിലിക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥനാണെങ്കിൽ അദ്ദേഹം ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ തന്നെ പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള ഒരു മാർഗം കൂടെയാണ് അല്ലേ ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് ലഭിക്കും. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണ്. അത്രമാത്രം ഓർത്താൽ മതി. ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ ഓഫ് ഡെത്ത്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡെത്ത് അല്ലേ. മരണത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പക്ഷേ എന്താണ്, നമുക്ക് അതിൽ നിന്നും ചെറിയൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ലഭിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അൺടൈംലി ഡെത്ത്. അൺടൈംലി എന്ന് ഉദ്ദേശിക്കുന്നത് മരണം ഏത് സമയത്ത് വേണമെങ്കിലും വരാമെന്നുള്ള രീതിയിലാണ്. അടുത്തതാണ് ഇറ്റ് ഈസ് എ സേവിങ് ഫോർ ഓൾഡ് ഏജ്. ഇനി നമ്മൾ മരണപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ പൈസ നമ്മുടെ ഓൾഡ് ഏജ്, നമുക്ക് കുറച്ച് പ്രായമാകുമ്പോൾ അതൊരു സേവിങ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ. ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ, അതൊരു പ്രൊട്ടക്ഷൻ ആണ്. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് പഠിച്ചു, ഇറ്റ് ഈസ് എ സേവിങ്, അതൊരു സേവിങ്ങും കൂടെയാണ്. ഇറ്റ് ഇംപ്രൂവ്സ് ഗുഡ് വിൽ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഗുഡ് വിൽ ഇംപ്രൂവ് ആവുന്നുണ്ട് ഇൻഷുറൻസിൻ്റെ. അടുത്തത് ഇറ്റ് ഈസ് എ സോഷ്യൽ സെക്യൂരിറ്റി ടൂൾ. ഇതൊരു സോഷ്യൽ സെക്യൂരിറ്റി ടൂളാണ് ലൈഫ് ഇൻഷുറൻസ്. മറ്റൊന്ന് ഇറ്റ് ഈസ് എ പ്രൊമോഷൻ ഓഫ് സേവിങ്. ഇനി നമുക്ക് മരണമൊന്നും ആ കാലയളവിൽ മെച്യൂരിറ്റി ആവുമ്പോൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്കതൊരു സേവിങ് ആയിട്ട് കണക്കാക്കാം. ഇറ്റ് ഫെസിലിറ്റേറ്റ് ടാക്സ് ബെനിഫിറ്റ്. ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. ലൈഫ് ഇൻഷുറൻസ് പോളിസി ടാക്സ് ബെനിഫിറ്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. അതൊരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി അല്ല. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നഷ്ടോത്തരവാദിത്തമാണ് അല്ലേ. നമുക്കുണ്ടായ നഷ്ടം നികത്തി തരും, അതാണ് ഇൻഡെംനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലൈഫ് ഇൻഷുറൻസ് എന്തല്ല, ഇൻഡെംനിറ്റി അല്ല. കാരണം എന്താ, ഒരു വ്യക്തി മരിച്ചുപോയ വ്യക്തിയെ തിരികെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, ഇൻഡെംനിഫൈബിൾ അല്ല. അതായത് നമുക്ക് ആ നഷ്ടം നികത്താൻ പറ്റില്ല. അതിന് പകരമുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ബെനിഫിറ്റ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ്, നാച്ചർ, ഒബ്ജക്റ്റീവ്, ബെനിഫിറ്റ്, അഡ്വാൻറ്റേജ് ഒക്കെ ആയിട്ട് എഴുതാൻ പറ്റിയ പോയിന്റ്. അപ്പോൾ ഒന്നാമത്തത് ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അൺടൈംലി ഡെത്ത്. അതൊരു പ്രൊട്ടക്ഷൻ ആണ്, അതൊരു സേവിങ് ആണ്, ഗുഡ് വിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ആണ്, സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, നോട്ട് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. ഇനി നമുക്ക് ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എസെൻഷ്യൽസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇത് നിങ്ങൾ തേർഡ് സെമിസ്റ്ററിൽ ലോയിൽ പഠിച്ച പോയിന്റ് ആണ്. ബിസിനസ് റെഗുലേഷനിൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ലീഗൽ റിലേഷൻഷിപ്പ്, ഐഡന്റിറ്റി ഓഫ് മൈൻഡ്, കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെന്റ്, ലോഫുൾ കൺസിഡറേഷൻ, ലീഗൽ ഒബ്ജക്റ്റ്. ഇത്രയുമാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽസ്. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, അതായത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വ്യക്തിയെ സമീപിച്ച് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോളിസി ഓഫർ ചെയ്യുന്നു എന്ന്. അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം, ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയണം. എങ്കിൽ മാത്രമേ അതൊരു ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ആവുകയുള്ളൂ. അതാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. രണ്ടാമത് ലീഗൽ റിലേഷൻഷിപ്പ്. ആ ഒരു ഇൻഷുറൻസ് എടുക്കുകയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഐഡന്റിറ്റി ഓഫ് മൈൻഡ്. അതായത് ആ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ എന്ത് ചെയ്യണം, പരസ്പരം അറിഞ്ഞിരിക്കണം, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം. കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്, അതായത് മൈനർ ആവാൻ പാടില്ല, അതുപോലെ തന്നെ എന്താണ് ലുണാറ്റിക് ആവാൻ പാടില്ല, ഇൻസോൾവെന്റ് ആവാൻ പാടില്ല അല്ലേ. അതായത് ബുദ്ധി കുറവുള്ളവരോ അല്ലെങ്കിൽ കുടിയന്മാരായിട്ടുള്ള ആളുകളോ അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അടുത്തത് ഫ്രീ കൺസെന്റ് ആണ്. ഫ്രീ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ കള്ളത്തരം കാണിച്ച് ഫ്രോഡ് കാണിച്ചോ അല്ലെങ്കിൽ കൊയേഷൻ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ത്രെട്ടനിങ് ചെയ്തുകൊണ്ടോ ഒന്നും തന്നെ, അതായത് ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ എന്താ പറയുക കബളിപ്പിച്ചോ അങ്ങനെയൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഷുറൻസ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ പാടില്ല. അടുത്തതാണ് ലോഫുൾ കൺസിഡറേഷൻ. അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ഒരു പൈസയുടെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലീഗൽ ഒബ്ജക്റ്റ്. ലീഗൽ ഒബ്ജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ട് ആയിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽസ്.
ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ എസ് എ ടോപ്പിക്കിലേക്ക് പോവാണ്. LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. LIC നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ നിങ്ങൾ കേട്ട ഒരു ടേം ആയിരിക്കും LIC എന്ന്. അപ്പോൾ LIC ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ, LICയും GICയും കഴിഞ്ഞ വർഷത്തെ എസ് എ ആയിരുന്നു. അപ്പോൾ LICയെ കുറിച്ച് നമുക്ക് പഠിക്കാം. LIC എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. LIC ഈസ് എ സ്റ്റേറ്റ് ഓൺഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റേറ്റ് ഓൺഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് LIC. മനസ്സിലായോ? LIC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓൺഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഇറ്റ് പ്രൊവൈഡ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. LIC എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് LIC ഫോളോ ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. അതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ടു പോളിസി ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് പോളിസി എടുത്തവർക്ക് പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. അതാണ് LICയുടെ മീനിങ്. ഇപ്പൊ LIC എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനെയാണ് LIC എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? ഒരു സ്റ്റേറ്റ് ഓൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അത് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പോളിസി ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്. ഇനി LICയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ലൈഫ് ഇൻഷുറൻസ് കവറേജ്. ലൈഫ് ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ടു മൊബിലൈസ് സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നു. ടു ഓഫർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നു. ടു സ്പ്രെഡ് ലൈഫ് ഇൻഷുറൻസ് അവയർനെസ്. ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചുള്ള അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കുന്നു LIC. ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും ഇറങ്ങിച്ചെന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അവരുടെ ഒരുപാട് പ്രോഡക്റ്റുകളിലൂടെ കൊടുക്കുന്നു. ടു സപ്പോർട്ട് എക്കണോമിക് ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നു. LICയുടെ റോൾ എന്താണ്? ലൈഫ് ഇൻഷുറർ ആണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡർ ആണ്, ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ്, റിസ്ക് മാനേജർ ആണ്. LICയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഇഷ്യൂ ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റോക്കിലും ബോണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു, പെൻഷൻ പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, റിട്ടയർമെന്റ് പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ഓഫർ ചെയ്യുന്നുണ്ട്, ക്ലെയിമും ബെനിഫിറ്റും പേ ചെയ്യുന്നു. അപ്പം ഇതാണ് LICയെ കുറിച്ച്. ഇനി നമുക്ക് ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം. ജനറൽ ഇൻഷുറൻസ് ഒരു പേഴ്സണൽ 5 പോയിന്റ് ഉണ്ട്. ഇത് ഈ 5 പോയിന്റ് വൃത്തിക്ക് പഠിച്ചാൽ 5 മാർക്ക് ഷുവർ ആണ്, സെറ്റാണ്, നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്. ജനറൽ ഇൻഷുറൻസ് ഒരു പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നോൺ പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്. അടുത്തത് ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആണ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിനെയാണ്, അതായത് ജനറൽ ഇൻഷുറൻസ് ആകുമ്പോൾ നഷ്ടോത്തരവാദിത്തം, ഉണ്ടായ നഷ്ടം, എനിക്കിപ്പോൾ വീട് നഷ്ടപ്പെട്ടു, അപ്പോൾ ആ ഒരു നഷ്ടം നികത്തി തരും. ലൈഫ് ഇൻഷുറൻസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. കാരണം ഒരു മനുഷ്യന് ഡെത്ത് സംഭവിച്ചാൽ ആ മനുഷ്യനെ ഇൻഷുറൻസ് കമ്പനിക്ക് തിരിച്ചു നൽകാൻ പറ്റുമോ? നെവർ എവർ, ഒരിക്കലും പറ്റില്ല. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി അല്ല. അപ്പോൾ ആദ്യത്തെ 2 ഡിഫറൻസ് സെറ്റ് ആക്കിക്കോ. ഒന്നാമത്തത് ജനറൽ ഇൻഷുറൻസ് ഒരു പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്. ലൈഫ് ഇൻഷുറൻസ് നോട്ട് പേഴ്സണൽ കോൺട്രാക്ട്, നോ പേഴ്സണൽ കോൺട്രാക്ട്. രണ്ടാമത്തത് ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ലൈഫ് ഇൻഷുറൻസ് നോ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. മൂന്നാമത്തതും എളുപ്പമാണ്. ജനറൽ ഇൻഷുറൻസ് ഈസ് ടേക്കൺ ഫോർ ഷോർട്ട് പീരീഡ്. ഒരു ചെറിയ കാലയളവിലേക്കാണ് ജനറൽ ഇൻഷുറൻസ് എടുക്കുക. എന്നാൽ ലൈഫ് ഇൻഷുറൻസ് ഈസ് ടേക്കൺ ഫോർ ലോങ് പീരീഡ്. ലൈഫ് ഇൻഷുറൻസ് എടുക്കുക ഒരു ദീർഘകാലയളവിലേക്കായിരിക്കും. അടുത്തതാണ് ജനറൽ ഇൻഷുറൻസ് കവർ സ്പെസിഫിക് റിസ്ക്. ജനറൽ ഇൻഷുറൻസ് സ്പെസിഫിക് റിസ്കുകളാണ്. അതായത് ആക്സിഡന്റ് ഇൻഷുറൻസ് ആവാം, ഓട്ടോ ഇൻഷുറൻസ് ആവാം, ഫയർ ഇൻഷുറൻസ് ആവാം, മറൈൻ ഇൻഷുറൻസ് ആവാം. അങ്ങനെ ഓരോ സ്പെസിഫിക് പ്രത്യേകം റിസ്കുകളായിരിക്കും ജനറൽ ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. എന്നാൽ ലൈഫ് ഇൻഷുറൻസ് കവർ റിസ്ക് ഓഫ് ഡെത്ത്. മരണകാരണം മൂലമുണ്ടാകുന്ന റിസ്കുകൾ മാത്രമേ ലൈഫ് ഇൻഷുറൻസ് കവർ ചെയ്യുന്നുള്ളൂ. അടുത്തത് ജനറൽ ഇൻഷുറൻസ് കവർ ഹെൽത്ത്, അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ജനറൽ ഇൻഷുറൻസ് നമ്മുടെ ഹെൽത്ത് കവർ ചെയ്യുന്നുണ്ട്, അസെറ്റ്സുകളിനെ കവർ ചെയ്യുന്നുണ്ട്, ലാബിലിറ്റിയെ കവർ ചെയ്യുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കവർ ഹ്യൂമൻ ലൈഫ്,
മനുഷ്യജീവനെയാണ് ലൈഫ് ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൻസർ കീ വെച്ചുകൊണ്ടുള്ള ഡിഫറൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ നോട്ടൊക്കെ നിങ്ങൾക്ക് ഹൈലി, എൻ്റെ നോട്ട് ആയതുകൊണ്ട് ഞാൻ സാർ റിപ്പീറ്റ് ചെയ്ത് പറയല്ല, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ്. ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇത്തരം നോട്ട്സുകൾ, ഇത്തരം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യം. ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ് സെറ്റായിട്ട് പഠിച്ചു. ജനറൽ ഇൻഷുറൻസ് ഒരു പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്, ലൈഫ് ഇൻഷുറൻസ് ഒരു നോൺ പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്. ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആണ്, ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി അല്ല. ജനറൽ ഇൻഷുറൻസ് ഷോർട്ട് പീരീഡ്, ലൈഫ് ഇൻഷുറൻസ് ലോങ് പീരീഡ്. ജനറൽ ഇൻഷുറൻസ് സ്പെസിഫിക് റിസ്ക്, ലൈഫ് ഇൻഷുറൻസ് ഡെത്ത് റിസ്ക്. ജനറൽ ഇൻഷുറൻസ് കവർ ഹെൽത്ത്, അസറ്റ് ആൻഡ് ലാബിലിറ്റി, ലൈഫ് ഇൻഷുറൻസ് കവർ ഹ്യൂമൻ ലൈഫ്. അടുത്തതായിട്ട് പ്രീവിയസ് ഇയറിൽ 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പോപ്പുലർ ഇൻഷുറൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസ് ഏതൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC ഉണ്ട്, ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, ന്യൂ ഇന്ത്യ അഷുറൻസ് ഉണ്ട്, റിലയൻസ് ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, HDFC ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസ്. അപ്പോൾ ഈ പ്രാവശ്യം 2 മാർക്കിന് ഈ ചോദ്യം ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 4 പോയിന്റ്സ് എഴുതുക. LIC എഴുതിക്കോ, ബജാജ് അലയൻസ് എഴുതിക്കോ, HDFC, റിലയൻസ്, അത് ഓർത്താൽ മതി. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ക്ലെയിം എന്താണ്? ക്ലെയിം ഈസ് ദി പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ഇൻഷുറർ ടു ദ ഇൻഷുർഡ് ഓൺ ദി ഒക്കറൻസ് ഓഫ് ഇവന്റ് സ്പെസിഫൈഡ് ഇൻ ദി കോൺട്രാക്ട്. ഇങ്ങനെയൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആണ്. ക്ലെയിം എന്ന് പറഞ്ഞാൽ ക്ലെയിം ഈസ് ദി പേയ്മെന്റ് മെയ്ഡ് ബൈ ഇൻഷുറർ ടു ഇൻഷുർഡ്. ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആള്, ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്ക് കൊടുക്കുന്ന പേയ്മെന്റ് കൊടുക്കുന്നില്ലേ? എപ്പോഴാ കൊടുക്കുക? ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഇവന്റ് സംഭവിക്കുമ്പോൾ, അതിപ്പോൾ ഡെത്ത് ആണെങ്കിൽ ഡെത്ത് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ മെച്യൂരിറ്റി ആണെങ്കിൽ മെച്യൂരിറ്റി സംഭവിക്കുമ്പോൾ. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പെസിഫൈഡ് ഇവന്റ് സംഭവിക്കുമ്പോൾ ആ ഇൻഷുറൻസ്ക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. അടുത്തതാണ് നോൺ ക്ലെയിം ബോണസ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നോൺ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിവാർഡ് ഗിവൺ ബൈ ഇൻഷുറൻസ് കമ്പനി ടു ഇൻഷുർഡ്. അതായത് ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു റിവാർഡാണ് എന്ത്? NCB. എന്തിനു വേണ്ടിയിട്ട്? നോട്ട് റേസിംഗ് എനി ക്ലെയിം റിക്വസ്റ്റ് ഡ്യൂറിങ് ദ പോളിസി ഇയർ. പോളിസി കാലയളവിൽ യാതൊരു രീതിയിലുള്ള ക്ലെയിം റിക്വസ്റ്റും റേസ് ചെയ്യാത്തതിന് അല്ലെങ്കിൽ ചോദിക്കാത്തതിന് ഇൻഷുർഡിന് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന റിവാർഡാണത്. ഇനി സിലബസിലുണ്ട്, ഇതുവരെ ചോദിച്ചിട്ടില്ല. ലോ, നമ്മുടെ മൊഡ്യൂൾ തന്നെ ഇൻഷുറൻസിന്റെ ലോ ആണ്, ഈ മൊഡ്യൂളിന്റെ പേര് തന്നെ. അഥവാ ക്വസ്റ്റ്യൻ വന്നാൽ ലോ റിലേറ്റിംഗ് ടു ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ലോ റിലേറ്റിംഗ് ടു ജനറൽ ഇൻഷുറൻസ്. അപ്പോൾ ഈ ലോയുടെ പേര് മാത്രം പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് വന്നാൽ ബാക്കി നിങ്ങൾ കത്തിയടിച്ചാൽ മതി, കാരണം ഇതൊരു ടഫ് ടോപ്പിക്കാണ്, മാർക്ക് കിട്ടിക്കോളും. അപ്പോൾ ലോന്റെ പേര് എഴുതുക, എന്നിട്ടൊരു 5-6 ലൈൻ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് ലോ? ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ് ഇൻഷുറൻസ് ആക്ട് 1938, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് 1956, IRDA ആക്ട് 1999. ഓക്കെ. അതേപോലെ തന്നെ ലോ റിലേറ്റിംഗ് ടു ജനറൽ ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് ആക്ട് 1938, ഇന്ത്യൻ മറൈൻ ഇൻഷുറൻസ് ആക്ട് 1963, ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആക്ട് 1972, മറൈൻ ഇൻഷുറൻസ് ആക്ട് 1988. ഇപ്പോൾ ഈ ഒരു നോട്ട് ആവശ്യമുള്ളവർ എൻ്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.